നമസ്കാരം. സംക്രമം അല്ലെങ്കിൽ സംക്രമണം എന്നാൽ ചലനം അല്ലെങ്കിൽ കടന്നുപോകൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു ജ്യോതിഷത്തിൽ സൂര്യൻ ഒരു പുതിയ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ഹൈന്ദവ ഉത്സവമാണ് മകരസംക്രാന്തി. ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കുള്ള സൂര്യഭഗവാന്റെ സഞ്ചാരത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ദിവസമാണ് മകരസംക്രാന്തിയായി ആഘോഷിക്കുന്നത്. മകരസംക്രാന്തി ഉത്സവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. മുൻകാലത്ത് മകരമാസത്തിൻ്റെ തുടക്കത്തിലായിരുന്നു ഉത്തരായനം ആരംഭിച്ചിരുന്നത്. ഇതിനാൽ ഭാരതത്തിലുടനീളം ജനുവരി 14 അല്ലെങ്കിൽ 15 മകരസംക്രാന്തി ആഘോഷിക്കപ്പെടുന്നു. പ്രശസ്തമായ ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം പോലുള്ള പല ക്ഷേത്രങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ മകരസംക്രാന്തിയോടനുബന്ധിച്ച് നടന്നുവരുന്നു. സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതോടെയാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. ശൈത്യകാലത്തിൻ്റെ അവസാനവും ദൈർഘ്യമേറിയ പകലിൻ്റെ ഉത്തരായണം തുടക്കവും ഈ ദിവസം സൂചിപ്പിക്കുന്നു. വിളവെടുപ്പ്, പുതിയ തുടക്കങ്ങൾ, നദികളിൽ പുണ്യസ്നാനം, പട്ടം പറപ്പിക്കൽ, എള്ള്, ശർക്കര എന്നിവ കൊണ്ടുണ്ടാക്കിയ മധുര പലഹാരങ്ങൾ കഴിക്കൽ തുടങ്ങിയ പാരമ്പര്യങ്ങളിലൂടെയുള്ള ഒരു ആഘോഷമാണ് മകരസംക്രാന്തി. നന്ദിയുടെയും പ്രതീക്ഷയുടെയും ഐക്യത്തിൻ്റെയും വിളവെടുപ്പ് ഉത്സവമാണിത്. കൂടുതൽ ഊഷ്മളമായ ദിവസങ്ങളെയും പുതിയ കാർഷിക ചക്രങ്ങളെയും മകരസംക്രാന്തി സ്വാഗതം ചെയ്യുന്നു. മകരസംക്രാന്തി ആഘോഷിക്കാനുള്ള പ്രധാന കാരണങ്ങൾ: സൗരസംക്രമം. സൂര്യൻ മകരം രാശിയിലേക്ക് നീങ്ങുന്നു. വടക്കോട്ടുള്ള യാത്ര, അതായത് ഉത്തരായണം ആരംഭിക്കുന്നു. ഇത് ആത്മീയ പരിശീലനങ്ങൾക്ക് ശുഭകരമായ സമയമായി കണക്കാക്കപ്പെടുന്നു. ശൈത്യകാലം അവസാനിക്കുന്നു. തണുത്ത ശൈത്യകാലത്തിൻ്റെ അവസാനവും വസന്തത്തിൻ്റെ തുടക്കവും അടയാളപ്പെടുത്തുന്നു. പ്രതീക്ഷയും നീണ്ട ദിനങ്ങളും നൽകുന്നു. വിളവെടുപ്പ് ഉത്സവം. പുതിയ വിളവെടുപ്പ് ആഘോഷിക്കുന്നു, പ്രത്യേകിച്ച് ശൈത്യകാല വിളകൾ. ജീവനും നിലനിൽപ്പും നൽകിയതിന് സൂര്യദേവനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. ആത്മീയ പ്രാധാന്യം. ശുദ്ധീകരണത്തിനും നന്ദി പറയുന്നതിനും അനുഗ്രഹങ്ങൾ തേടുന്നതിനുമുള്ള സമയം. പുണ്യസ്നാനം പാപങ്ങൾ കഴുകിക്കളയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐക്യത്തിൻ്റെ പ്രതീകം. എള്ള്, ശർക്കര എന്നിവ ചേർത്ത മധുരപലഹാരങ്ങൾ, തിൽഗുൾ, കൈമാറുന്നത് സ്നേഹം, സമാധാനം, ഒരുമ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് പറയുന്നു. ഭാരതത്തിലുടനീളം എങ്ങനെയാണ് മകരസംക്രാന്തി ആഘോഷിക്കപ്പെടുന്നത് എന്ന് നോക്കാം. പലർക്കും ജനുവരി 13 ആരംഭിച്ച് ജനുവരി 16 അവസാനിക്കുന്ന 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. മകരസംക്രാന്തിയുടെ തലേദിവസം ഭോഗി എന്നറിയപ്പെടുന്നു. ഈ ദിവസം ആളുകൾ പഴയതും ഉപേക്ഷിച്ചതുമായ വസ്തുക്കൾ വീടുകൾക്ക് പുറത്ത് കത്തിക്കുന്നു. ഈ ആചാരം ജീവിതത്തിൽ പുതിയ ഊർജത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഗമനത്തെ സൂചിപ്പിക്കുന്നു. ആളുകൾ അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കുകയും മധുരപലഹാരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. അരിപ്പൊടിയും എള്ളും ചേർത്തുണ്ടാക്കുന്ന അരിസാലു ഉത്സവകാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട മധുരപലഹാരങ്ങളിൽ ഒന്നാണ്. സംക്രാന്തി ദിനത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകൾ പട്ടം പറപ്പിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണിത്. ആളുകൾ സംഗീതം ആസ്വദിച്ച് ആഘോഷങ്ങളിൽ മുഴുകുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ, കനുമ, മുക്കനുമ ദിവസങ്ങളിൽ ആളുകൾ മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് പശുക്കൾക്ക് ഭക്ഷണം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കന്നുകാലികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും നല്ല വിളവെടുപ്പിനായി മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർഷകർക്ക് മുക്കനുമ പ്രത്യേകിച്ചും പ്രധാനമാണ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് മകരസംക്രാന്തി. അസമിൽ ഇത് ബിഹു എന്നും, പഞ്ചാബിൽ ബൈശാഖി എന്നും, ഗുജറാത്തിൽ ഉത്തരായൻ എന്നും, തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നും അറിയപ്പെടുന്നു. സൂര്യൻ്റെ വടക്കോട്ട് ഉള്ള ഗതിയുമായി ഈ ഉത്സവത്തിന് ഉള്ള ബന്ധം കാരണം ഗുജറാത്ത് സംസ്ഥാനത്ത് മകരസംക്രാന്തി ഉത്തരായൻ എന്ന പേരിൽ ആഘോഷിക്കുന്നു. അവിടെ ജനങ്ങൾ പട്ടം പറത്തി സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരം അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവം നടത്തുന്നു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ കോണുകളിൽ നിന്നുള്ള പട്ടം നിർമ്മാതാക്കൾ, പട്ടം പറത്തുന്നതിൽ താൽപ്പര്യമുള്ളവർ എന്നിവർ തങ്ങളുടെ ദൃശ്യഭംഗിയുള്ള പട്ടങ്ങളും കഴിവുകളും പ്രദർശിപ്പിക്കുന്നതിനായി ഈ പരിപാടിയിൽ ഒത്തുകൂടുന്നു.
ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഡെക്കാനിൽ, ഈ അവധിക്കാലം എള്ളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മകരസംക്രാന്തിക്ക് ശർക്കര ചേർത്ത് തയ്യാറാക്കിയ പലഹാരങ്ങൾ കഴിക്കുന്നു. മഹാരാഷ്ട്രയിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമിടയിലുള്ള ഐക്യം, സ്നേഹം, സൗഹാർദ്ദം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന എള്ള്, ശർക്കര, അതായത് തിൽഗുൾ എന്നിവ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രധാന പാരമ്പര്യമാണിത്. ഇവിടെ ആഘോഷം വളരെ സജീവമാണ്. സ്ത്രീകൾക്കായി ഹൽദി കുങ്കും ചടങ്ങുകൾ നടത്തുന്നു. ഈ ഉത്സവം ഒത്തുചേരാനും രുചികരമായ ഭക്ഷണം പങ്കിടാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള സമയമാണ്. അതേസമയം വരാനിരിക്കുന്ന വർഷത്തേക്ക് പോസിറ്റിവിറ്റിയും ആശംസകളും നേരുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. വിളവെടുപ്പ് കാലത്തിൻ്റെയും ഒരുമയുടെയും ആഘോഷമാണിത്. കിഴക്കൻ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിലെ ഒരു ജനപ്രിയ ഉത്സവമാണ് മകരസംക്രാന്തി. അവിടെ ഇത് പൗഷ് സംക്രാന്തി, ഹിന്ദു കലണ്ടറിലെ 10ാം മാസം എന്നറിയപ്പെടുന്നു. നബന്ന പ്രധാന ചേരുവയായി ഉപയോഗിക്കുന്ന പട്ടിഷ്പത, പിത്തെ, ദൂത് പുളി തുടങ്ങിയ നിരവധി മധുരപലഹാരങ്ങൾ ആ ദിവസം ഉണ്ടാക്കുന്നു. നബന്ന പുതിയ ധാന്യം അല്ലെങ്കിൽ പുതുതായി വിളവെടുത്ത അരിയെ സൂചിപ്പിക്കുന്നു. ശൈത്യകാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായ നോളൻ ഗുർ, ഈന്തപ്പനയുടെ നീരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരുതരം ശർക്കരയാണിത്. പലപ്പോഴും ഈ വിഭവങ്ങളിൽ ചേർക്കാറുണ്ട്. പഞ്ചാബിൽ മകരസംക്രാന്തിയുടെ തലേ ദിവസമാണ് ലോഹ്രി ഉത്സവം ആഘോഷിക്കുന്നത്. തീ കത്തിക്കുകയും ആളുകൾ അതിനു ചുറ്റും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ദൈവങ്ങളോടുള്ള നന്ദി സൂചകമായി പോപ്കോൺ, റെവ്രി, അതായത് എള്ളും ശർക്കരയും ചേർന്ന മറ്റൊരു മധുരപലഹാരം, നിലക്കടല തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ തീയിൽ സമർപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ മകരസംക്രാന്തിയെ പൊങ്കൽ, അതായത് പൂർണ്ണവും കവിഞ്ഞൊഴുകുന്നതും എന്നാണ് വിളിക്കുന്നത്. അരി, പഞ്ചസാര, മറ്റ് ചേരുവകൾ എന്നിവ ചേർത്ത് ഒരു പാത്രത്തിൽ തിളച്ചുമറിയുന്നതുവരെ ചൂടാക്കിയാണ് പൊങ്കൽ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ മകരസംക്രാന്തി ഉത്സവം പ്രധാനമായും മകരവിളക്ക് എന്നറിയപ്പെടുന്നു. ശബരിമല അയ്യപ്പക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രധാന വാർഷിക പരിപാടിയാണിത്. ഭക്തർ ശുഭകരമായ മകരജ്യോതിയും ഒരു ദിവ്യപ്രകാശം, ആചാരപരമായ മകരവിളക്കും ഈ ദിവസം ദർശിക്കുന്നു. ഇത് സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. കർണാടകയിലും മകരസംക്രാന്തി സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ആഘോഷിക്കപ്പെടുന്നു. കൃഷിയിടങ്ങളിൽ സമൃദ്ധമായി സൂര്യപ്രകാശം വർഷിക്കണമെന്നും അത് വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും സഹായിക്കുമെന്നും കർഷകർ സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നു. സീസണിലെ ആദ്യ വിളവെടുപ്പ് അവരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും നന്ദിസൂചകമായി സൂര്യദേവന് സമർപ്പിക്കുന്നു. വീട് വൃത്തിയാക്കി വെള്ളപൂശി വീട് അലങ്കരിക്കുന്നതിലൂടെയാണ് സംക്രാന്തിക്കുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുന്നത്. പ്രധാന വാതിലുകൾ വർണ്ണാഭമായ ശുഭതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. പ്രധാന കവാടം വർണ്ണാഭമായ പൊടികളും പൂക്കളും കൊണ്ടുള്ള രംഗോലികൾ കൊണ്ട് അലങ്കരിക്കുന്നു. സംക്രാന്തി നല്ല ഭക്ഷണത്തെക്കുറിച്ചും പറയുന്നു. ശൈത്യകാലത്തിൻ്റെ ഉച്ചസ്ഥായി ആയതിനാൽ എള്ള്, ശർക്കര എന്നിവ ചേർത്ത മധുരപലഹാരങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പോഷകമൂല്യങ്ങളാൽ സമ്പന്നമായ ഈ രണ്ട് ചേരുവകളും ശരീരത്തിന് ചൂട് നൽകുന്നു. അരിയും പരിപ്പും സുഗന്ധവ്യഞ്ജനങ്ങളും നെയ്യും ചേർത്ത് തയ്യാറാക്കിയ ഒരു മിശ്രിതമാണ് കിച്ചടി. ആളുകൾ കിച്ചടി വിതരണം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നു. കിച്ചടിയും എള്ളും ദാനം ചെയ്യുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സാധാരണയായി തയ്യാറാക്കി കഴിക്കുന്ന പലഹാരങ്ങളിൽ എള്ളുകൊണ്ടുള്ള ലഡു, മധുരവും ഉപ്പും ചേർത്ത പൊങ്കൽ, വട, പുളിയോഗരെ, പായസം എന്നിവ ഉൾപ്പെടുന്നു. എള്ളും ശർക്കരയും കലർത്തി ഭക്ഷിക്കുക, നല്ല വാക്കുകൾ പറയുക എന്നർത്ഥം വരുന്ന എള്ളുബെല്ലെ തിന്തു ഒള്ളെ മാത്താടി എന്ന പ്രസിദ്ധമായ കന്നഡ ചൊല്ലിലൂടെ ആളുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ മകരസംക്രാന്തിയുടെ മറ്റു പേരുകൾ മാഖി, ഖിച്ഡി, പെഗ്ഗ പാണ്ഡുക എന്നിവയാണ്. മകരസംക്രാന്തിക്ക് ഗംഗാസാഗറിൽ കുളിക്കുന്ന ഹിന്ദു തീർത്ഥാടകർ എല്ലാ വർഷവും മകരസംക്രാന്തി ദിനത്തിൽ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപിന് സമീപമുള്ള ഗംഗാസാഗറിൽ പുണ്യസ്നാനം നടത്താൻ ഒത്തുകൂടുന്നു. ഗംഗാനദി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന സ്ഥലമാണിത്. ഇനി മകരസംക്രാന്തി നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകരസംക്രാന്തി വെറുമൊരു ഉത്സവമല്ല, ജീവിതത്തെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള അർത്ഥവത്തായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് മധുരമായി സ്വീകരിക്കുക, ദയയോടെ സംസാരിക്കുക എന്നർത്ഥമുള്ള എന്ന ചൊല്ല് എല്ലാവരെയും സ്നേഹം പ്രചരിപ്പിക്കാനും മറ്റുള്ളവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയെ പരിപാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ ഉത്സവം എടുത്തു കാണിക്കുന്നു.
പരിസ്ഥിതിയോടുള്ള ആദരവ് വളർത്തുകയും അതിനെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യങ്ങൾ ഇവയാണ്. കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെ മകരസംക്രാന്തി ഐക്യവും പങ്കിട്ട സന്തോഷവും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പ്രകൃതിയുമായുള്ള ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ആഘോഷമായി മാറ്റുന്നു. മകരസംക്രാന്തി വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പ്രകൃതിയുമായുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധം, സാംസ്കാരിക സമ്പന്നത, മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം എന്നിവയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈ ഉത്സവം നമ്മെ സീസണിൻ്റെ പുതിയ ഊർജം സ്വീകരിക്കാനും പരിസ്ഥിതിയെ പരിപാലിക്കാനും ജീവിതത്തിൻ്റെ പോസിറ്റിവിറ്റി ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ആചാരങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യൂ. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കും.